ഗാസ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. ട്രംപ് രൂപപ്പെടുത്തിയ ഗാസ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചിരുന്നു. പിന്നാലെ ഗാസയിലെ ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് ഇസ്രായേലിന് നിർദ്ദേശം നൽകി. എന്നാൽ അതിനുശേഷവും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. ഇക്കാര്യം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ 3 സൈനികർക്ക് പരിക്കേറ്റതായി സൈന്യം അറിയിച്ചു. ഇവരിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി സൈന്യം പറഞ്ഞു. തെക്കൻ ഗാസ മുനമ്പിൽ ചൊവ്വാഴ്ചയാണ് സംഭവം. സൈനികർക്ക് നേരെ ഗ്രനേഡ് ആക്രമണമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഖാൻ യൂനിസ് പ്രദേശത്തെ ഒരു IDF പോസ്റ്റിൽ രാവിലെ 8 മണിയോടെയാണ് സംഭവം നടന്നത്. സൈനികർ താമസിച്ചിരുന്ന മുറിക്കുള്ളിൽ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് IDF പറയുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അവരുടെ കുടുംബത്തെ വിവരം അറിയിച്ചതായും സൈന്യം പറഞ്ഞു. ഗാസയിൽ സൈന്യം ആക്രമണം നിർത്തിവച്ചിരിക്കുകയാണെന്നും അതിനിടയിലാണ് ആക്രമണം ഉണ്ടായതെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടത്. എന്നാൽ ഹമാസ് ആക്രമിച്ചതല്ലെന്നും അതൊരു അപകടമായിരുന്നെന്നുമാണ് പിന്നീട് സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞത്. അതിനിടെ മധ്യ ഗാസയിലെ ദേർ അൽ ബലാഹിൻ്റെ തെക്കുകിഴക്കൻ ഭാഗത്ത് ഇസ്രായേലിൻ്റെ മെർക്കാവ ടാങ്കിന് നേരെ ഹമാസിൻ്റെ സായുധ വിഭാഗമായ ഹസാം ബ്രിഗേഡ്സ് ഷെല്ലാക്രമണം നടത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിൽ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പലസ്തീൻ പ്രതിരോധ വിഭാഗങ്ങൾ പ്രദേശത്ത് പതിയിരുന്ന് ആക്രമണം തുടരുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നതായും റിപ്പോർട്ടുണ്ട്. ഗാസയിലെ സൈനിക നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇസ്രായേൽ കർശനമായ സെൻസർഷിപ്പ് പാലിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം പ്രസിദ്ധീകരിക്കുന്നില്ല. യഥാർത്ഥ കണക്കുകൾ കൂടുതലായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം കുറഞ്ഞത് 895 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 6112 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക കണക്ക്. അതിനിടെ ഗാസ സമാധാനത്തിനായി 2ാം ഘട്ട ചർച്ച തുടങ്ങി. ഗാസയിൽ ശാശ്വതമായ വെടിനിർത്തലും ഇസ്രായേലിൻ്റെ പൂർണ്ണമായ പിന്മാറ്റവും വേണമെന്ന ആവശ്യം ഹമാസ് ഉയർത്തിയിട്ടുണ്ട്. തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ കരാർ വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. മാനുഷിക സഹായം തടസ്സമില്ലാതെ ഗാസയിൽ എത്തണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് ഗാസയിൽ തിരിച്ചെത്താൻ കഴിയണം. ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ തുടങ്ങണം. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള സമിതിയാകണം. ഹമാസിൻ്റെ ആവശ്യം ഇതൊക്കെയാണ്. അതേസമയം ഗാസയിലെ അധികാരം വിട്ട് ആയുധം താഴെവെച്ച് ഹമാസ് പൂർണ്ണമായും ഒഴിയണമെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. എന്നാൽ ഈ ആവശ്യം ഹമാസ് അംഗീകരിക്കില്ലെന്നാണ് വിലയിരുത്തൽ. അതിനിടെ US-ൻ്റെ പദ്ധതിയെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം എതിർക്കുകയാണ്. പദ്ധതി അംഗീകരിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തീവ്ര വലതുപക്ഷം വെല്ലുവിളി ഉയർത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ട്രംപിൻ്റെ പദ്ധതി നെതന്യാഹു അംഗീകരിച്ചതിനെ തീവ്ര വലതുപക്ഷം വിമർശിക്കുന്നു. ഹമാസിന് മുന്നിൽ നെതന്യാഹു കീഴടങ്ങുകയാണെന്നാണ് ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിൻ്റെ വിമർശനം.